back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ സാധാരണ തയ്യാറാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഈ പായസം തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് പായസം തയ്യാറാക്കാം. ആദ്യം നമ്മൾ സേമിയ അതുപോലെ തന്നെ കിസ്മിസൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ നെയ്യൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള കിസ്മിസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ കിസ്മിസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 250 ml ഒരു കപ്പിൽ അളന്നെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു 1/4 ഭാഗം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുഴുവനായിട്ട് വറുത്തെടുക്കേണ്ട, കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ട് നമ്മൾ വറുത്തെടുക്കാം. ഇത് നല്ലപോലെ ഒരു ഗോൾഡൻ നിറമാവുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ വറവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സേമിയ ഉണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ഈ പായസത്തിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റായ കാരമൽ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റാക്കിയിട്ട് കാരമലാക്കി എടുക്കുക. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചസാര പെട്ടെന്ന് കരിയും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ തിളക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ നല്ലപോലെ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് ഇതാ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ എത്രയാണോ പാൽ എടുക്കുന്നത് അത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് കാരമൽ നല്ലപോലെ കട്ടിയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് കണ്ടില്ലേ, ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നുണ്ട് കേട്ടോ പാലിൻ്റെ. നല്ലപോലെ ഇതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. അങ്ങനെ ഞാനിപ്പം കാരമലും പാലൊക്കെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പാലിൻ്റെ കളറൊക്കെ നല്ലപോലെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മിൽക്ക് പൗഡറാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പാലിൻ്റെ മിക്സ് ഇല്ലേ, അത് ഒരു ഇത്തിരി ഒഴിച്ച് കൊടുക്കുക. അതായത് ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഞാനിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ പായസത്തിന്. അപ്പോൾ അതുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാനിത് നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ സേമിയ ഇവിടെ നല്ലപോലെ കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കിസ്മിസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇനി നമ്മൾ മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഡ്രോപ്പ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 2 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം. അതിന് ശേഷമാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് കാരമലാക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 2-3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ചവ്വരിയൊന്നും ചേർത്തിട്ടില്ല, എന്നാൽ കൂടി നമ്മുടെ പായസം നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സേമിയ മുഴുവനായിട്ടും വറുത്തിട്ടില്ലായിരുന്നു. കുറച്ച് സേമിയ വറുക്കാതെയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ കറക്റ്റ് തിക്നെസ്സിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച കാഷ്യൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കാരമൽ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് പായസം തയ്യാറാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ.